ശബരി റെയിൽവേ പദ്ധതി വൈകിപ്പിച്ചതിന്റെ മുഖ്യ ഉത്തരവാദിത്തം മുൻ LDF സർക്കാരിനാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. 1997 അനുമതി ലഭിച്ച പദ്ധതിയുടെ സ്ഥലമെടുപ്പ് നടപടികൾക്ക് തുടക്കം കുറിച്ചത് 2005 ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും MP പറഞ്ഞു. ശബരി റെയിൽവേ പദ്ധതി വൈകിപ്പിച്ചതിന്റെ മുഖ്യ ഉത്തരവാദിത്തം മുൻ LDF സർക്കാരിനാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. 1997 അനുമതി ലഭിച്ച പദ്ധതിയുടെ സ്ഥലമെടുപ്പ് നടപടികൾക്ക് തുടക്കം കുറിച്ചത് 2005 ഉമ്മൻചാണ്ടി സർക്കാരാണ്. കേന്ദ്രത്തിലെ UPA സർക്കാരിന്റെ കാലത്താണ് കാലടി വരെയുള്ള പാതയും പെരിയാർ പാലവും നിർമ്മിച്ചത്. അതിനുശേഷം പദ്ധതിയിൽ കാര്യമായ പുരോഗതിയുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2015 നവംബറിൽ പദ്ധതി ചെലവിന്റെ പകുതി തുക വഹിക്കാമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതാണ് 2019 കേന്ദ്രം പദ്ധതി മരവിപ്പിക്കാൻ കാരണം. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ടിക്കറ്റ് വരുമാനം പങ്കുവയ്ക്കണമെന്ന നിബന്ധനയോടെ പകുതി തുക നൽകാമെന്ന് സംസ്ഥാനം അറിയിച്ചെങ്കിലും കേന്ദ്രം അംഗീകരിച്ചില്ല. ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് മാത്രമാണ് 1900 കോടി രൂപ കിഫ്ബി വഴി നൽകാമെന്ന ധാരണയിൽ കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ നടന്നത്. 10 വർഷത്തോളം പദ്ധതി അനാവശ്യമായി മുടക്കിയ CPM നേതൃത്വം ഇപ്പോൾ അധികാരത്തിൽ വന്ന് വെറും 50 ദിവസം മാത്രം പിന്നിടുന്ന UDF സർക്കാരിന്റെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ മര്യാദകേടാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. UDF സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കിയ MP, ഭൂമി ഏറ്റെടുക്കലിനായി മൂവാറ്റുപുഴയിലെ ഓഫീസ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും 50% തുക കണ്ടെത്തുന്നതിന് സർക്കാരിന്റെ സജീവ പരിഗണന നൽകുന്നുണ്ടെന്നും അറിയിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ UDF MPമാരും കേരള സർക്കാരും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.